ചീസ് കേക്ക്. നിറം കഫേക്ക് വേണ്ടി ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ ബക്ലവ ചീസ് കേക്ക്. ശരിക്കും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബക്ലവ ചീസ് കേക്ക്. ചീസ് കേക്കൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷേ ബക്ലവ ചീസ് കേക്ക് അതൊരു ഫ്ലോറൽ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോകാമേ. ആദ്യം നമുക്ക് ഒരു 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഉപ്പില്ലാത്തത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എല്ലാം ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കത് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. പിന്നീട് എന്തൊക്കെ എടുത്തേക്കും നമുക്ക് കാണാമേ. ഇതാണ് നമ്മൾ മേടിക്കുന്ന ഫിലോ ഷീറ്റ്, അതായത് ബക്ലവ ഷീറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഇത് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കാണാറുണ്ട്. അതായത് നമ്മൾ പഫ് പേസ്ട്രി ഒക്കെ എടുക്കത്തില്ല, ആ ഒരു സ്ഥലത്ത് ആ ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അധികം വിലയൊന്നുമില്ല, ഒരു 10 ദിർഹത്തിന് ഈ ഒരു ഷീറ്റ് കിട്ടാറുണ്ട്. ഈ ഷീറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. കുറച്ച് മൈദ, കുറച്ച് ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് ചൂടുവെള്ളം, ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ കുഴച്ചെടുത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറിയ ബോൾ പരത്തി അതിൻ്റെ പുറത്ത് വെച്ച് വീണ്ടും പരത്തുക. പിന്നെ ആ ഷീറ്റെല്ലാം ഒന്നുകൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ പുറത്തൊക്കെ വെച്ച് വീണ്ടും പരത്തുക. എളുപ്പമാണ്. യൂട്യൂബിൽ നോക്കി എൻ്റെ വീഡിയോസ് പലതുകൊണ്ട് അത്രയും കഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിച്ചാൽ മതി. ഈ പാക്കറ്റ് തുറക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അത് ഓപ്പൺ ആക്കാനേ. അല്ല കണ്ടോ, ഷീറ്റ് ഇങ്ങനെ പെട്ടെന്ന് കീറിപ്പോവും. നമ്മളത് ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ഇച്ചിരി കീറും, പിന്നെ വളരെ സൂക്ഷിച്ചിട്ട് ചെറുതായിട്ട് കീറിപ്പോയെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം വരുത്തില്ല, എന്നാലും സൂക്ഷിക്കണേ. അങ്ങനെ ഞാൻ ആ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു ട്രേയുടെ പുറത്തോട്ട് വെച്ച് കേട്ടോ. ഒരു കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തോട്ടാണ് വെച്ചാൽ ഇച്ചിരി ചെറുതാണ്, ഇച്ചിരി കൂടെ വലിയൊരു ട്രേ എടുക്കുകയാണ് നല്ലത്. ഞാൻ എന്നിട്ട് ആ മെൽറ്റഡ് ബട്ടർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ആ ഷീറ്റിൻ്റെ ഒരു സൈഡിൽ തേച്ചത്. 2 സൈഡിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡിൽ എല്ലായിടത്തും അവിടെ ഇവിടെയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇവിടെ ഒരു കാര്യം മറന്നു പോലെ, നമ്മൾ ഈ തുറന്ന് വെച്ചേക്കുന്ന ഷീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ പുറത്തൊരു തുണി മൂടി വയ്ക്കുക. അതിങ്ങനെ ഓപ്പണായിട്ടിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഡ്രൈ ആയി പോകും പെട്ടെന്ന്. പിന്നീട് ഒരു വലിയ ബേക്കിംഗ് ട്രേ എടുത്തു, ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്തു. ഈ എടുത്ത് വെച്ചേക്കുന്ന ഷീറ്റ് ഞാൻ അതിലോട്ട് വയ്ക്കുകയാണ്. വളരെ സോഫ്റ്റായിട്ട് പയ്യെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക. സാമാന്യം നല്ലൊരു വലിയ ചീസ് കേക്കാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം. ഇനി അടുത്ത ഷീറ്റ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം. അടുത്ത ഷീറ്റും അതുപോലെ എടുത്തിട്ട് നല്ലപോലെ ആ മെൽറ്റഡ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇനി ഞാനിത് ആ ബേക്കിംഗ് ട്രേയിലോട്ട് വെക്കാനായിട്ട് പോകും. ആ വെക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം കണ്ടോ, ഇത് ഇങ്ങനെ വെച്ചു, ഇനി അത് ക്രോസായിട്ട് വയ്ക്കണം. അങ്ങനെ നമ്മൾ ഓരോന്നും തിരിച്ചും മറിച്ചും ക്രോസായിട്ട് വെച്ച് അത് സെറ്റ് ചെയ്യണം. ഒരു 8 മുതൽ 10 ഷീറ്റ് വരെ നമുക്കിതിലോട്ട് വയ്ക്കാം. 8 ഷീറ്റ് വയ്ക്കുമ്പോൾ തന്നെ സാമാന്യം നല്ല കട്ടി വരുന്നുണ്ട്. അത്രയാണേലും മതി കേട്ടോ. ഇങ്ങനെ എല്ലാം വെച്ചിട്ട് വീണ്ടും കൈ കൊണ്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതൊക്കെ ഒന്ന് ഇച്ചിരി പയ്യെ ഒന്ന് ചെയ്താൽ മതി. ഒന്ന് കൈ ഒന്ന് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്ന് പയ്യെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ബേക്കിംഗ് ട്രേയുടെ ആ ബോട്ടം പൊസിഷനൊക്കെ ഒന്ന് നമ്മൾ ആ ഫിംഗേഴ്സ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ ആവശ്യമായ ബക്ലവ ഷീറ്റ് മുഴുവൻ ഞാനവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ വേണമെങ്കിൽ ഒന്ന് ബട്ടർ ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ പുറത്തോട്ട് കിടക്കുന്ന ആ ഷീറ്റൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ പുറത്തോട്ടേക്ക് ഇന്ന് നല്ലതാണ്. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ കേക്ക് ട്രേ ഓപ്പൺ ആക്കുമ്പോൾ പ്രശ്നമാവല്ലേ. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഈ ബാക്കി വന്നേക്കുന്ന അത് ഞാനെടുത്ത് ആ ബേക്കിംഗ് ട്രേയുടെ നടുക്കോട്ടിട്ടു കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അതങ്ങോട്ടിട്ടോ. അങ്ങ് ഒരുപാട് ബാലൻസ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചങ്ങ് മാറ്റി വെക്കണം. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അടിയിലത്തെ ബേസിന് അങ്ങ് ഒരുപാട് കട്ടിയായി പോകത്തില്ല, അത് വേണ്ട. ആ മെൽറ്റഡ് ബട്ടർ ഒന്നുകൂടി ഞാനവിടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് അത്രയും മതി. ഒരുപാട് നിറമൊന്നും മാറണ്ട, 10 മിനിറ്റും കൊണ്ട് അത് ബേക്കായിട്ട് വരും. ഈ സമയത്ത് ആ ബാക്കി വന്ന ഷീറ്റ് നമ്മളതെല്ലാം റോൾ ചെയ്ത് വീണ്ടും അടച്ച് തന്നെ വെക്കണേ, അല്ലെങ്കിൽ അതങ്ങ് ക്രിസ്പി പോലെ ആയിപ്പോകും. പപ്പടം കണ്ടിട്ടില്ല, തുറന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകുന്നത്, അതുപോലെ അത് കട്ടിയായി പോകും. പിന്നീട് എടുത്തത് ഒരു 200 ഗ്രാം പിസ്ത, അതായത് ഏകദേശം ഒരു 2 കപ്പൊക്കെ വരും. അത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തേ. ഒരുപാട് പൊടിഞ്ഞു പോലെ. അതിൻ്റെ അകത്തോട്ട് പൗഡേർഡ് ഷുഗർ 2 ടേബിൾ സ്പൂൺ, ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് മധുരവും ബട്ടറും അതിൻ്റെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റാം കേട്ടോ. മധുരം ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ബട്ടർ ഇട്ടു, ഒരു നനവ് കുറവാണ്, 1 ടേബിൾ സ്പൂണും കൂടി ഇടാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കണേ. അതൊന്ന് മിക്സ് ആവണം, ബട്ടറും പിസ്തയും ഷുഗറും എല്ലാം കൂടെ. പിന്നീട് ഷുഗർ 1 കപ്പ്, ഗ്രാനുലേറ്റഡ് ഷുഗറാണ്, നമ്മൾ പൊടിച്ചിട്ടില്ല. പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ 3 ടേബിൾ സ്പൂൺ, എഗ് 4 എടുത്തേക്കുന്നത്, ചെറുത് റൂം ടെമ്പറേച്ചർ. പിന്നെ വിപ്പിംഗ് ക്രീം 1 കപ്പ്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. പിന്നെ ക്രീം ചീസ് ഒരു 500 ഗ്രാമിൻ്റെ ഫിലാഡൽഫിയാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഈ ഓഫർ വരെ ഈ രണ്ടും കൂടി ചേർത്തൊക്കെ വെച്ചിട്ട് അതെടുക്കുന്നതായിരിക്കും ലാഭം. 4 eggs ആണ് എടുത്തേക്കുന്നത്, ചെറുതെടുത്താൽ മതി. പിന്നെ റൂം ടെമ്പറേച്ചറും ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ബേക്ക് ചെയ്യാൻ വെച്ച ബക്ലവ ഷീറ്റ് ബേക്കായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ്സും കൊണ്ടായിട്ടുണ്ട്. അത്രയും നിറം ആകുന്നുള്ള. ഇനി നമ്മളത് എല്ലാം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പിസ്ത, അതിൽ കുറച്ച് ബട്ടറുണ്ട്, കുറച്ച് ഷുഗറുണ്ട്, ഷുഗർ പൗഡേർഡ് ആയിരുന്നു. ഇത് ഞാൻ അതിൻ്റെ ഒരു 1/2 പോർഷൻ ഇതിൻ്റെ അകത്തോട്ടിടുക. മുഴുവൻ ഇടല്ലേ, കുറച്ച് മാറ്റിക്കണം, അത് പിന്നീട് വേണം. ഇതെല്ലാം കൂടെ വീണ്ടും മിക്സ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് ആ ഷീറ്റ് പൊട്ടിപ്പോവല്ലേ. ഇത്രയും പിസ്ത ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്കതൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്തും കൂടി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചീസ് കേക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചീസ് കേക്കിന്റെ റെസിപ്പി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. അത് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഈ ഫിലാഡൽഫിയയുടെയാണ് ക്രീം ചീസ് എടുത്തത്. നല്ല രുചിയുള്ള ചീസായിരുന്നു, അനാവശ്യമായ ഉപ്പൊന്നും കൂടുതലില്ല എന്ന് എനിക്ക് തോന്നി. എഗ്ഗ്, പിന്നെ മൈദ, ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമാണ്, അതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ അതാണേലും എടുക്കാം. പിന്നീട് വേണ്ടുന്ന വാനില എസൻസ് ആണ്, അത് പിന്നീട് കാണിക്കാം എപ്പം മിക്സ് ചെയ്തു എന്നുള്ളത്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് പൊടിച്ചിട്ടുമില്ല. ക്രീം ചീസ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരമായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്, വലിയ തണുപ്പുണ്ടാവല്ലേ. അങ്ങനെ 500 ഗ്രാം ക്രീം ചീസ് രണ്ടും കൂടെ കൂടി വരുമ്പോഴാണ് അത്രയും വരുന്നത്. അത് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ അതും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം കേട്ടോ. പിന്നീട് ആ എടുത്തു വെച്ചിരിക്കുന്ന എഗ്സിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. എഗ്ഗ് 4 കൂടെ ഒരുമിച്ച് ഒഴിക്കല്, ഓരോന്നോരോന്ന് സാധാരണ കേക്കിന് ഇടുന്ന പോലെ തന്നെ ഓരോന്നോരോന്നിട്ട് ബീറ്റ് ചെയ്യുക. പിന്നീട് അടുത്തത് ഇടുക. എഗ്ഗ് എല്ലാം ഇട്ട് നന്നായിട്ട് ബീറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ
3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ, അതിടുക. അതും ഇട്ട് ചെറുതായിട്ട് ബീറ്റ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എഗ് ബീറ്റർ ആണെങ്കിൽ അതാണെങ്കിലും ഇട്ട് ചെയ്താൽ മതി. പിന്നീട് ഇടുന്നത് വിപ്പിംഗ് ക്രീം, അതായത് 1 കപ്പ്, അതും ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ബീറ്റ് ചെയ്യുക. പൊതുവെ കേക്കുകൾക്കൊക്കെ ഒരു നുള്ളി ഉപ്പിടാറുണ്ട്. ഇതിന് ഉപ്പുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ബേക്ക് ചെയ്ത് വന്ന ബക്ലവ ഷീറ്റിന്റെ മുകളിലോട്ട് ക്രഷ്ഡ് പിസ്ത എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ക്രീം ചീസ് മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു ഷീറ്റ് അതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. അതിൻ്റെ പുറത്തോട്ട് ആ ബേക്കിംഗ് ട്രേ ഒന്ന് എടുത്ത് വെച്ചു. ട്രേ നല്ല ക്ലീൻ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പുറത്ത് വെച്ചത്. ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടി ഒരു റൗണ്ടിലുള്ളൊരു ഷീറ്റ് വേണം. അപ്പോൾ ഈ ട്രേയുടെ തന്നെ വലുപ്പത്തിൽ വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്ത് ആ ഷീറ്റിലോട്ട് നമുക്ക് ഇച്ചിരി മെൽറ്റഡ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. 4 സൈഡിൽ ഇതിന് ഞാൻ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ആദ്യം അടുക്കിയ ഷീറ്റിലൊക്കെ ഞാൻ ഒരു സൈഡ് മാത്രമേ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളേ. ഇങ്ങനെ ബട്ടർ ഇങ്ങനെ എല്ലാം സ്പ്രെഡ് ചെയ്യാം. ഒത്തിരി അങ്ങ് നനച്ച് കുളിപ്പിക്കണ്ട. ബട്ടർ എല്ലാം കൂടെ ഏകദേശം ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ക്രീം ചീസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനും പോയി എടുത്തുകൊണ്ട് വരാം കേട്ടോ. എന്തെങ്കിലും കട്ട ഉടയാതെ ഇരിപ്പുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കണേ. എല്ലാം ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി നമുക്കിനി ഇതെടുത്തുകൊണ്ട് പോയിട്ട് ആ ബക്ലവ ഷീറ്റിൻ്റെ പിസ്ത ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ക്രീം ചീസ് എല്ലാം ഒഴിച്ചതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ബട്ടറെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ, റൗണ്ടിൽ മുറിച്ചത്, അതിങ്ങനെ മുകളിലോട്ട് വയ്ക്കും. അത് മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെച്ചാൽ മതി, പ്രസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇപ്പം കണ്ടോ, ആ അറ്റത്ത് ഇങ്ങനെ ഒരു സ്കാലപ്സ് പോലെ, ഇങ്ങനെ ഫ്ലവറിൻ്റെ സ്കാലപ്സ് പോലെ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്. അത് കാണാൻ ഒരു ഭംഗിയാട്ടോ ബേക്ക് ചെയ്ത് വരുമ്പോൾ. പിന്നീട് ആ ബാക്കി വെച്ചേക്കുന്ന പിസ്ത കുറച്ചിട്ടല്ലോ, അതും കൂടെ മുകളിലോട്ട് ഇടുവാണ്. നിങ്ങൾക്ക് ഈ പിസ്തയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇടാം. അതായത് പിസ്തയുടെ കൂട്ടത്തിൽ കുറച്ച് വാൾനട്ട് വേണേലും യൂസ് ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ വാൾനട്ട് ഇട്ടില്ല, എനിക്ക് പിസ്തയുടെ ടേസ്റ്റ് തന്നെ ഇഷ്ടമായതുകൊണ്ട്. ഇനി ഞാൻ വീണ്ടും ഒരു ഷീറ്റ് എടുത്ത് കേട്ടോ. എന്നിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ചെടുത്ത് കേട്ടോ. ഒരു ഷീറ്റ് ഒരു 3ആയിട്ട് മുറിക്കായിരിക്കും. എന്നിട്ട് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തീർത്ത് എടുക്കും കേട്ടോ. നമ്മളിത് ഇങ്ങനത്തെയൊക്കെ പലതും പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ. എന്നിട്ട് കണ്ടോ, അതിൻ്റെ അറ്റത്തോട് ഇങ്ങനെ വെച്ചോളും. നിങ്ങൾക്ക് നടുക്കൂട് തുടങ്ങണമെങ്കിൽ അങ്ങനെയാണെങ്കിലും തുടങ്ങാം. ഞാൻ അറ്റത്തൂടെ ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അതിങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ഫ്ലോറൽ പാറ്റേൺ വരും, ഒരു പൂ പോലിരിക്കും അത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുമ്പോൾ ചിലയിടത്തൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിൽ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന പോലൊക്കെ തോന്നുന്നില്ലേ കട്ട് ചെയ്തപ്പോൾ? അത് കുഴപ്പമില്ല, നല്ലതാണ്. ബേക്ക് ചെയ്ത് വരുമ്പോൾ ചില പെറ്റൽസ് ഒക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അതൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ ലെയറായിട്ട് വെച്ചിങ്ങനെ വന്നേ. നടുക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്താലും മതി. പക്ഷെ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ട്രിക്ക് ചെയ്ത് കേട്ടോ. കുറച്ച് ഇതിങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ ഇച്ചിരി ബട്ടർ സ്പ്രെഡ് ചെയ്തു. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, എൻ്റെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് കണ്ടോ, ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് അത് ഞാൻ ഇനി ഒരറ്റത്തൂന്ന് റോൾ ചെയ്തെടുത്തു. പക്ഷെ എനിക്ക് അവിടെ റോൾ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ചെറുതായിപ്പോയി. കണ്ടോ, റോൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കണ്ടോ, ബഡ് പോലെ എടുത്തത് കുറച്ച് ചെറുതായേ. വെച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കറക്റ്റ് ഷേപ്പായില്ല. ഞാനപ്പോൾ കുറച്ച്
കുറച്ച് ബക്ലവ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നടുക്കോട്ട് വെച്ചിട്ട് ആ ബഡ് എടുത്ത് നടുക്ക് വെച്ചു. അങ്ങനെ മുകളിൽ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആ ഷീറ്റിലോട്ട് ഞാനൊരു ഇച്ചിരി മെൽറ്റഡ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് നമുക്കിന്ന് പയ്യെ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിപ്പം ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. പാത്രം തന്നെ എടുത്തോണ്ട് പോവാതെ അടിയിലത്തെ ട്രെയും കൂടെ ചേർത്ത് എടുത്തോണ്ട് പോകും. നല്ല വെയിറ്റ് ഉണ്ട്. ട്രേ നല്ല വലുപ്പമാണ്. 170 ഡിഗ്രി സെൽഷ്യസിൽ 1 അവർ മുതൽ 10 മിനിറ്റ്സ് വരെ. 1 അവർ 10 മിനിറ്റ്സ് എനിക്കായി. പക്ഷെ 45 മിനിറ്റ്സ് മുതൽ ആർക്കെങ്കിലുമൊക്കെ ആയി തുടങ്ങും. അത് ഓരോരുത്തരുടെ ഓവർ അനുസരിച്ചിരിക്കും. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഷീറ്റ് മുഴുവൻ പൊതിഞ്ഞെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. സാധാരണ ഒരു 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ആയി തുടങ്ങും കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു കുറെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറം മാറി വല്ലാതെ. മോൾവശം ബക്ലവ ഷീറ്റ് അങ്ങ് ബ്രൗൺ ആയി. എന്നാൽ ചീസ് അകത്ത് സെറ്റ് ആയിട്ടുമില്ല. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അകത്ത് ആ ചീസ് കേക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. ഞാനപ്പോൾ എന്താ ചെയ്തെന്നറിയും, ഇങ്ങനൊരു ഷീറ്റ്, ഒരു ബട്ടർ പേപ്പർ അതിന്റെ മുകളിലോട്ട് വെച്ച് അടച്ചിട്ട് വീണ്ടും വെച്ചു. ഇത് ബേക്ക് ആവുന്ന സമയത്ത് കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ച്. 1 കപ്പ് വാട്ടർ, 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടൊന്നുമില്ല. അത് ഞാനൊന്ന് മെൽറ്റ്, ഒരു നൂൽപ്പരുവെന്നൊന്നും പറയണ്ട, എന്നാലും ഒരു 1/2 പോർഷൻ ആവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇടുന്നുണ്ട്. ഷുഗർ സിറപ്പ് ഒരുമാതിരി സെറ്റായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ലൈം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഞാൻ റോസ് വാട്ടർ ആണ് കേട്ടെ. ബേക്ക് ചെയ്തതിന് ശേഷം ഓവനൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാൻ ഓവനിൽ തന്നെ ഒന്ന് വെച്ചു കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ റൂം ടെമ്പറേച്ചർ ആണ്, വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. അത് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പിന്നീട് ചെറിയ ബഡ് റോസ് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അതും ചെറിയ ചെറിയ പിസ്തായുടെ പീസുകളോട് ഇട്ട് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യും. ബക്ലവ ചീസ് കേക്ക് ഇപ്പം റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചെടുക്കണം. ഇത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഡാമേജ് ആയിട്ടില്ല. ബക്ലവ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടിയാൽ ടേസ്റ്റില് സൂപ്പർ, കാണാനും ഭയങ്കര മനോഹരം. പക്ഷെ പെർഫെക്റ്റ് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാൻ, സാധാരണ ചീസ് കേക്ക് എടുക്കുന്ന പോലെ ആ ഷേപ്പോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ ഒരു ഇച്ചിരി പാടുണ്ട്. ആ ബക്ലവ ഷീറ്റ് നല്ല ക്രിസ്പി അല്ലേ, അതുകൊണ്ടാണത്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ആ സൈഡിലൂടെ ഒന്ന് ടച്ച് ചെയ്യണം. അവിടെ നല്ല ക്രിസ്പി ആയിട്ടല്ലേ നിൽക്കുന്നത്, അതോടെ ഒന്ന് ടച്ച് ചെയ്ത് ഇപ്പൊ നമ്മളിത് മുറിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടോ. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ബക്ലവ ഷീറ്റ് കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം വീഡിയോ. നന്ദി, നമസ്കാരം.